അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുട്ടികളെ, നമ്മൾ ലിസാനുൽ ഖുർആനിൻ്റെ ഓരോ പാഠവും വിശദമായി അതിൻ്റെ ചോദ്യോത്തരവും മറ്റുള്ളതും എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഓരോ പാഠത്തിനും ഓരോ വീഡിയോ വെച്ച് നമ്മൾ 9 വീഡിയോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായി ഓരോ പാഠം മനസ്സിലാക്കേണ്ട കുട്ടികൾ അത് നന്നായി കേട്ട് പഠിക്കുക. ഇനി നമ്മൾ പരീക്ഷയോടനുബന്ധിച്ച് എല്ലാ പാഠം കൂടി ഒരുമിച്ച് അതിലെല്ലാ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോ നിങ്ങൾ കണ്ടു പഠിക്കുക. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ നമ്മളെല്ലാ പാഠം കൂടി ഒരുമിച്ചാണ്, പക്ഷേ അതിൽ നമുക്ക് കൂടുതൽ പറയാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പോയതായിരിക്കും. എന്നാലും നമുക്ക് വിശദമായി ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ടതും അതിൻ്റെ ട്രിക്കുകളും ഓരോ ചോദ്യം വരുമ്പോൾ ചെയ്യേണ്ട രീതിയൊക്കെ ശരിക്കും നമ്മൾ ഓരോ പാഠത്തിൻ്റെ റിവിഷൻ വീഡിയോ ഉണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റും ഉണ്ട്, അത് നോക്കി നിങ്ങൾ പഠിക്കണം. ഏതായാലും നിങ്ങൾ ആ വീഡിയോ ഒക്കെ പഠിച്ചതിന് ശേഷം ഈ മോഡൽ ചോദ്യ പേപ്പറിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ ചെയ്യാൻ നോക്കുക. ഫസ്റ്റത്തെ ചോദ്യം എന്താണ്? മുലാരി എഴുതാനാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ എന്താ? ത്വലബ. അപ്പോൾ അതിൻ്റെ മുലാരി എന്താണ്? യത്തുലുബു. അടുത്ത കാല, അതിൻ്റെ മുലാരി എന്താ? യഖൂലു. അടുത്ത വസല യസിലു. അടുത്ത റഅ യറ. ജാഅ യജീഉ. സനഅ യസ്നഉ. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. ഇവിടെ എന്താ ഉള്ളത്? യദ്ഹബൂന എന്നുണ്ട്. പിന്നെന്താ ഉള്ളത്? പിന്നെ ഇവിടെ രണ്ടെണ്ണം പൂരിപ്പിക്കാൻ, പിന്നെ യദ്ഹബിന എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ സർഫാക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന. അപ്പോൾ ഇത് മൂന്നാമത്തതാണ്. ഇനി 4ഉം 5ഉം 6 ഇവിടെ ഉണ്ട്. അപ്പോൾ 4ഉം 5 വേണ്ടത്. അപ്പോൾ യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന കഴിഞ്ഞാൽ എന്താണ്? തദ്ഹബു തദ്ഹബാനി. കണ്ട നിങ്ങൾ? ഇവിടെയാണ് ചോദ്യം. ഇവിടെ യദ്ഹബൂന, ഇത് ചോദ്യ പേപ്പറിൽ തന്നു, ഇതും തന്നു. അപ്പോൾ ഇത് രണ്ടും എഴുതുന്നുണ്ട്, തദ്ഹബു തദ്ഹബാനി. കണ്ടോ? അടുത്തത് ഇവിടെ തുഹിബുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണ്ട്? യുഹിബൂന, പിന്നെ തുഹിബു തുഹിബാനി. മനസ്സിലായോ? അത് ഇവിടെ അല്ല, വേറെ സ്ഥലത്താണ് ഉദാഹരണം. ഇതാ യുഹിബു. കണ്ടോ? അപ്പോൾ യുഹിബുബിന. അപ്പോൾ ഇവിടെ നമുക്ക് തുഹിബു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ യദ്ഹബൂന എന്നാണ്, ഇവിടെ എന്തായിരിക്കും? യുഹിബൂന എന്നായിരിക്കും. ഇവിടെ തദ്ഹബാനി എന്നാണ്, അല്ല തദ്ഹബു എന്നാണ്. അപ്പോൾ ഇവിടെ തുഹിബു എന്നായിരിക്കും, അല്ല തദ്ഹബു തദ്ഹബാനി അല്ലേ. അപ്പോൾ തുഹിബു തുഹിബാനി. തെറ്റിയല്ലോ. എങ്ങനെ വരിക? യദ്ഹബിന യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബിന. അപ്പോൾ ഇവിടെ തുഹിബു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യുക നോക്കുക? ഇവിടെ നമുക്ക് തുഹിബു ആണ് തന്നത് അല്ലേ. ഞാൻ പറഞ്ഞത് തെറ്റിയാണ്. എങ്ങനെ നോക്കേണ്ടത്? ഇവിടെ തുഹിബു ഇവിടെ യദ്ഹബിനായിരുന്നു, അപ്പോൾ സെക്കൻഡ് ലൈൻ ആയിരുന്നു. ഇവിടെ തുഹിബു തന്നത് അല്ലേ. അപ്പോൾ തുഹിബു തന്നപ്പോൾ നമ്മളോട് ഏതാ എഴുതേണ്ട? ഫസ്റ്റ് ലൈനാണ് എഴുതേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഈ ലൈനാണ് എഴുതേണ്ടത്. എന്ത്? എഫ് അലു എഫ് അലാനി എഫ് അലൂന, പിന്നെ തഫ് അലു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യുഹിബു യുഹിബാനി യുഹിബൂന തുഹിബു. മനസ്സിലായോ? യുഹിബു യുഹിബാനി യുഹിബൂന തുഹിബു. അടുത്ത ഇവിടെ യദുറുസാനി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? യദുറുസു യദുറുസാനി യദുറുസൂന തദുറുസു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, പിന്നെ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അതിൽ ഇസ്മും ഫീലും അർഫ് എഴുതാനാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനത്തെ ചോദ്യത്തിൽ ഇസ്മായിരിക്കും അധികം ഉണ്ടാവുക കേട്ടോ. നോക്കുക, ഫസ്റ്റത്തെ ഇദാ എന്ന് പറയുന്ന അക്ഷരമാണ്, അപ്പോൾ ഹർഫാണ്. അടുത്ത ജാ ആ ഫേലാണ്. നസ്വറ ഫേല് അല്ല, നസ്വറ അല്ലേ, നസുറു അല്ലേ. നസുറു ആണ്. അപ്പം നസുറു ആകുമ്പോൾ ഇസ്മ്. അള്ളാഹു ഇസ്മ്, പിന്നെ ഫത്ഹ് ഇസ്മ്. അടുത്ത് വ എന്താണ്? ഫേല് അല്ല, ഹർഫ്. പിന്നെ റഅയ്ത ഫേല്, നാസ ഇസ്മ് പറഞ്ഞ പേര് അല്ലേ. യദ്ഖുലൂന യഫ് അലൂന അതൊക്കെ ഫീലാണ്. അടുത്ത ഫി ഹർഫ്, ദീന് ഇസ്മ്, അള്ളാഹു ഇസ്മ്, അഫ്വാജ ഇസ്മ്. മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ? നിങ്ങളെല്ലാവരും വിജയിച്ചവരാകുന്നു. അതിൻ്റെ അറബി എഴുതാനാണ്. നിങ്ങളെല്ലാവരും വിജയിച്ചവരാകുന്നു. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, യാ തുല്ലാബു അന്തും കുല്ലുക്കും നാജിഹൂന. ഇവിടെ കണ്ട കുല്ലുക്കും നാജിഹൂന, അതാണ് അതിൻ്റെ ഉത്തരം. അത് നിങ്ങളെല്ലാവരും വിജയിച്ചിരിക്കുന്നു. എല്ലാവരും എന്ന് പറയാൻ കുല്ലുക്കും, വിജയിച്ചിരിക്കുന്നു നാജിഹൂന. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താ? 2 ആൺകുട്ടികൾ എഴുതുന്നു. അപ്പോൾ എന്താണ്? ആൺകുട്ടികൾ എന്നുള്ളതിൻ്റെ അറബി എന്താ? വലദാനി. അപ്പോൾ അൽ വലദാനി 2 ആൺകുട്ടികൾ എഴുതുന്നു. യക്തുബാനി, അൽ വലദാനി യക്തുബാനി. അവിടുത്തെ അവർ 2 പെൺകുട്ടികൾ മദ്രസയിലേക്ക് പോയി. അപ്പോൾ അവർ 2 പെൺകുട്ടികൾ എങ്ങനെ പറയാ? അൽ ബിന്താനി ദഹബതാ
ഇലൽ മദ്റസതി. അടുത്തത് മാളി എഴുതാനാണ് അല്ലേ. യജിലിസു അപ്പം എന്താ മാളി? ജലസ. അടുത്ത യബ്ദഉ ബദഅ. ഇവിടെ യുസല്ലിമു സല്ലമ. പിന്നെ യബ്ദഉ ബദഅ. യഅസിമു അസമ. അടുത്ത യസ്നഉ സനഅ. അടുത്ത എന്താണ്? യുസല്ലി സ്വല്ല. അടുത്ത് എന്താണ്? ചേർത്തി എഴുതുന്നതും ലമീറും പിന്നെ വേർതിരിച്ച് എഴുതുന്ന മുൻഫസിലായ ലമീറും വേറെ എഴുതാനാണ്. ലമീർ മുത്തസിൽ, ലമീർ മുൻഫസിൽ. നോക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലമീർ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അന്ത അന്തുമാത്തും. അതാണെന്ത്? ലമീർ മുൻഫസിൽ. അപ്പം അന ഉണ്ട്, അതിൽ വരുന്നതാണ് അന. അപ്പം ഏതിൽ എഴുതണ്ടേ? അന എന്നുള്ളത് ലമീർ മുൻഫസിലിൽ. അടുത്തത് ഇവിടെ ഇസ്മി, അതിൽ മുത്തസിലുണ്ട്. ഈ യാ ആണ് മുത്തസിൽ. അപ്പോൾ നമ്മൾ ഈ വാക്ക് എഴുതിയാൽ മതി, ഇസ്മി എന്നുള്ളത് എഴുതിയാൽ മതി. അടുത്തത് ഹുവ. ഹുവ ഏതിലാണ്? മറ്റേ കള്ളിയിൽ, രണ്ടാമത്തെ കള്ളിയിൽ. അടുത്ത ഇസ്മുഹു, അവിടെ ഹു ഉണ്ട്. അപ്പോൾ ആ ഇസ്മുഹു എന്നുള്ള വാക്ക് ഇങ്ങോട്ട് മുത്തസിലേക്ക് എഴുതുക. അടുത്തത് യുഹിബുഹു, അതിങ്ങോട്ട് എഴുതുക. തുല്ലാബുഹു, അതിങ്ങോട്ട്. നഹ്നു, അത് മുൻഫസിൽ. അടുത്തെന്താണ്? നബിയുന മുത്തസിൽ. പിന്നെ അലൈഹി മുത്തസിൽ. അപ്പോൾ അത് കഴിഞ്ഞു. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കുക. യോജിച്ചവ ഉത്തരം എന്ത് ചെയ്യാണ്? ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്താനാണ്. ഒന്നാമത്തെ ചോദ്യം സ്വല്ലൈത്തു ഡാഷ് അൽ വുളൂഇ. വുളൂവിന് ശേഷം ഞാൻ നിസ്കരിച്ചു. അപ്പോൾ ശേഷം എന്നുള്ളതിന് ബഅദ. അടുത്തത് ബൈത്തുഹ, അവളുടെ വീട് പള്ളിൻ്റെ അടുത്താണ്. ഇൻദൽ മസ്ജിദി. അടുത്ത അൽ ബുർത്തുഖാലു, ഓറഞ്ച് കൊട്ടയിലാണ്. ഫി സല്ലത്തി. ബൈത്തി, എൻ്റെ വീട് മദ്രസൻ്റെയും പള്ളിൻ്റെയും ഇടയിലാണ്. ബൈന. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. വളരെ സിമ്പിളാണ്. ആദ്യം എളുപ്പമുള്ള നോക്കിയാൽ 15ൻ്റെ അറബി എന്താ? 15ൻ്റെ അറബി ഹംസത്ത് അഷറ. അടുത്ത ദുൽഹിജ്ജ മാസം യൗമുൽ അറഫ. മീലാദുൻ നബി, റസൂലുള്ളാഹി ജനിച്ചത് റബിയുൽ അവൽ. അപ്പോൾ ജുമാദുൽ ആഖിറ അഷ്ഹറു സാദിസ്. അപ്പോൾ ഇതാണ് മോഡൽ ചോദ്യപേപ്പർ. എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ ലിസാനുൽ ഖുർആൻ വളരെ സിമ്പിൾ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ചെയ്ത നമ്മുടെ ഓരോ പാഠത്തിൻ്റെയും വിശദമായ വീഡിയോ ഉണ്ട്, അത് നന്നായി കേട്ട് പഠിക്കുക. അതിൽ നമുക്ക് കുറേ സമയം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരുമിച്ചുള്ള വീഡിയോയിൽ നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോയതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക, പഴയ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റ് തയ്യാറാണ്. ലിസാനുൽ ഖുർആൻ 4ാം ക്ലാസ്, അല്ലെങ്കിൽ CM മദ്രസ ട്യൂഷൻ ക്ലാസ് 4 ലിസാൻ ചാപ്റ്റർ നമ്പർ 3, ചാപ്റ്റർ നമ്പർ 4, അങ്ങനെയൊക്കെ ഓരോ ചാപ്റ്ററിൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ നിങ്ങൾ നന്നായി പഠിക്കുക. എല്ലാവർക്കും അള്ളാഹു ഫുൾ മാർക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.